നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൻഡ്സ്. ടെൻ ഓഫ് സോർഡ്സ്. Justice. King of Cups. Four of Wands. Queen of Cups. Five of Swords. Word of the deck വന്നിരിക്കുന്നത് King of Pentacles ആണ്. നമുക്ക് വേറെ കാർഡ്സ് എടുക്കാവേ. The Emperor. Five of Wands. Two of Wands. The Star. Eight of Wands. Ace of Cups. The Tower. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ലയോ? ഒരുപാട് പേർക്ക് നല്ല സമയം വരുന്നുണ്ട്. നല്ല സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു എനർജിയാണിത്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം. വളരെയധികം വർണ്ണശബളമായ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ തന്നെയുമല്ല, ഇവിടെ ഒരു ലൈഫിൻ്റെ തുടക്കവും വരുന്നുണ്ട്. ആ ലൈഫ് നിങ്ങൾക്ക് സമൃദ്ധിയിലേക്കുള്ളതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സമൃദ്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ 10 ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കടുത്ത ബുദ്ധിമുട്ട്, നിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഉയർച്ചയിലേക്കാണ് പോകാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ പുറത്തു നിന്നും കുത്തേറ്റ്, ആരോ നിങ്ങളുടെ പുറകിൽ നിന്നും തന്ന് നിങ്ങളെ താഴെ വീഴ്ത്തി, നിങ്ങളെ താഴെ വീഴ്ത്തി. പക്ഷെ മുൻപിൽ നിന്നും എന്തുകൊണ്ടാണ് അവർ കുത്താഞ്ഞത്? ഇവിടെ ബാക്കിലാണ് കുത്തേറ്റിട്ടുള്ളത്, കണ്ടില്ലേ? അപ്പോൾ അവർക്ക് ധൈര്യമില്ല നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് കുത്താൻ. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനർത്ഥം? നിങ്ങൾ നിരപരാധിയാണ്. അപ്പോൾ നിരപരാധിയായ നിങ്ങൾക്കൊരു സമയദോഷം കൊണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് കർമ്മ നിമിത്തമായിരിക്കണം ഇത്ര വലിയ ഒരു ആപത്ത് വന്നിരിക്കുന്നത്, ഇത്ര വലിയൊരു പരാജയം ലൈഫിൽ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്.
അങ്ങനെ ടവർ മൊമെൻറ്റും അതുപോലെ തന്നെയാണ്. ഒരുപാട് സന്തോഷങ്ങളിൽ കഴിയുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? അവിടെ നിഷ്കളങ്കതയാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു ചതി വരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കഴിവില്ലായ്മയെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചൂഷണം ചെയ്ത് നിങ്ങളെ പരാജയത്തിലേക്ക് ആരാണോ തള്ളിവിട്ടിരിക്കുന്നത് അവർ തൽക്കാലം ചിരിക്കും, പിന്നീട് അവർ കരയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു അപകടത്തിൽ നിന്നും ഈ ഒരു ആപത്തിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. ദൈവം നിങ്ങളെ കരകയറ്റി കൊണ്ടുവരും, മുന്നോട്ട് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. നല്ലൊരു പോസിറ്റീവായ എനർജിയിലേക്ക്, നിങ്ങൾക്കൊരു സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നടന്നു നീങ്ങാൻ കഴിയും. അല്ലെങ്കിൽ അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ നിങ്ങളെ കൊണ്ട് കഴിയാതിരിക്കില്ല. പിന്നെ നിങ്ങളുടെ കർമ്മ ഒന്ന് റിലീസായി കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. മനസ്സിലായോ? ടവർ മൊമെന്റ് പറയുന്നത് അത് തന്നെയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. നമ്മൾ ആശിച്ച് വലിയ ഒരു വീട് അങ്ങോട്ട് വെച്ചു. പിറ്റേ ദിവസം തന്നെ അതിന് താമസിയാതെ അതിന് ഇടിമിന്നലേറ്റ് തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ എത്രമാത്രം ഫിനാൻസ് നിങ്ങളുടെ നഷ്ടപ്പെട്ടിരിക്കും അല്ലേ? അതിലുള്ള എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാം എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ നഷ്ടപ്പെട്ടിടത്ത് നിന്നും നിങ്ങൾ പതുക്കെ കരകയറാൻ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? ഇവിടെ അതുപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് ഒക്കെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സമ്പത്തിൻ്റെ രാജാവാകാൻ പറ്റും നിങ്ങൾക്ക്. ഇത്ര വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു മുന്നേറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇവിടെയോ, ഇവിടെ ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ലേ? ടവർ മൊമെന്റ് വന്നു, എല്ലാം നശിച്ചു. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ഭാഗ്യമുദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. തൽക്കാലത്തെ ഒരു പരാജയത്തെ നിങ്ങൾ അത്രമാത്രം അങ്ങ് വിഷമിച്ച് ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ ഒരു പരാജയത്തെ നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനമായിട്ടിരിക്കുക. ആ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുക. കാരണം ഇത് ദൈവവിധിയാണ്. കണ്ടില്ല? ആ ടവർ മൊമെന്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വരുന്നത്. ഭാഗ്യം വരുന്നു. അപ്പോൾ ഒത്തിരി നല്ല സമയങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ പോകാൻ കഴിയുന്നത് എന്നാണ് കാണുന്നത്. തന്നെയുമല്ല, ഇവിടെ 10 ഓഫ് സോർഡിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എന്താണ്? ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് എന്താണ് കൊണ്ടുവരുന്നത്? ദൈവം നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ പ്രവർത്തിക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് പിന്നീട് വന്നുകൊള്ളും. അതിനായിട്ട് അല്പമൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ ബാലൻസ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതിനായിട്ട് ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിന് നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് ഈ പെൻറ്റക്കിൾ നേടാൻ വേണ്ടി, ഈ സാമ്പത്തികം നേടാൻ വേണ്ടി. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ അതുപോലെ കപ്പ് വന്നിട്ടുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് സോഡാണ്. സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ വാൺസ് വന്നിട്ടുണ്ട്. വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെ എനർജീസാണ്. ഇതിന് എനർജീസ് ഒന്ന് മിങ്കിളായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരാളിൻ്റെ മാത്രം കാര്യമല്ല. മനസ്സിലായി? ഞാനിവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരാൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടിരുന്നു, എനിക്ക് ആരും സാമ്പത്തികം തരാനില്ല, എനിക്ക് എങ്ങനെ വരാനാണ് എന്നൊക്കെ. എനിക്കെന്ന് പറയുമ്പോൾ ഒരാളിൻ്റെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. പലർക്കും, ഈ റീഡിംഗ് കേൾക്കുന്ന പലർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് അല്ലേ? ഒരാളിന് സാമ്പത്തികം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല, വേറൊരാളിന് കിട്ടിയെന്നിരിക്കും. ഇവിടെ അതുപോലുള്ള എനർജിയാണ് ഇവിടെ വരുന്നത്. അത് പലർക്കും പല തരത്തിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടില്ലേ? ഇവിടെ ഇത് നേടാൻ വേണ്ടിയാണ്, ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിളിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇവിടെ കിടന്ന് പാടുപെടുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കിട്ടിയത് പോരാ.
അപ്പോൾ കിട്ടിയത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ വലിയൊരു വിജയത്തിലേക്ക് വരുന്നുണ്ട്. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയതായിട്ട് ഷോപ്പ് ഇടുന്നുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ചെറിയ തുടക്കം നിങ്ങളിവിടെ തുടങ്ങി വയ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ധാരാളം മണി ഏൺ ചെയ്യാൻ കഴിയുന്നു. അത് വീട്ടിലിരുന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിന് സാമ്പത്തികം വരുന്ന ഒരു എനർജിയാണ് ഇവിടെ. അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷമായിട്ട് മുന്നോട്ട് നയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്, അവരുടെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്. ഇനി ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാണ്. എന്തിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സാധിക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ നിങ്ങളിലേക്ക് സ്നേഹം ആരുടെയൊക്കെയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയൊക്കെയോ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടി. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ ആവാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ആവാം, ഒക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ 5 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ചിന്തയാണ് അല്ല. എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുന്നതാണ് ആ ഒരു ചിന്ത. എനിക്ക് ജയിക്കണം, മനസ്സിലായില്ല? അത് മറ്റൊരാളിനെ ജയിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല, നമ്മൾ അനുവദിക്കില്ല മറ്റൊരാളിന് ജയിക്കാൻ വേണ്ടി. കാരണം നമുക്കാണ് ഇത് വേണ്ടത്, ഈ ജയം നമുക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒരു യുദ്ധത്തിന് തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ എന്താണ്? നമ്മുടെ കൂടെയുള്ളവർ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അവിടെ മനസ്സുകൊണ്ടൊന്ന് കുറച്ചൊന്ന് സെൽഫിഷ് ആവുന്ന ഒരവസ്ഥയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് നമ്മൾ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ എന്തെങ്കിലും കാര്യത്തിലുള്ള പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയതിലേക്ക് ഞാൻ പ്രയത്നിച്ചത് എനിക്ക് അതിൻ്റെ സക്സസ് വന്നു എന്നുള്ള അഭിമാനത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എനർജി. പലർക്കും അത്തരത്തിലുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ എംപറർ കണ്ടില്ലേ, ഞാൻ ശ്രമിച്ച കാര്യം എനിക്കിവിടെ സാധിച്ചു കിട്ടുന്നു എന്നുള്ള ആ ഒരു നിലയിൽ നിന്നും ഇവിടെ സാമ്പത്തികപരമായിട്ടും ഇവിടെ ഫിനാൻസ് ആയിട്ടും വെൽത്തിലായാലും നോളജിലായാലും എല്ലാം കൊണ്ട് ഇവിടെ ഒരു എംപററുടെ പദവിയിലേക്ക് വന്നിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് 5 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ആർഗ്യുമെൻ്റ് ഉണ്ട്. എനിക്ക് മുന്നോട്ട് പോകണം. അതായത് ചിലപ്പോൾ ചില കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം, എന്തെങ്കിലും എക്സാമിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിന് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കാര്യത്തിന് ഒക്കെയും ചിലർ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ അതുപോലെ തന്നെയാണ് 2 ഓഫ് വാൺസ് പറയുന്നത്. എന്താണ് ഇവിടെയും അതിനായിട്ട് ഉള്ള കാത്തിരിപ്പാണ്. 2 ഓഫ് വാൺസ് ഇവിടെ വന്നിട്ടുണ്ട്, 2 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, 2 ഓഫ് വാൺസ്. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ്. എന്തിനോ വരാൻ വേണ്ടി, എന്തോ കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. പിരിഞ്ഞു പോയ പാർട്ട്ണർക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ അവർ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തുനിൽപ്പ്. ഇവിടെ അങ്ങനെയുള്ള ചില പ്രതീക്ഷകളുടെ കാത്തിരിപ്പാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും സത്യസന്ധമായിട്ടാണോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ളത്, ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജയം വരുന്നുണ്ട് എന്നാണ്. ചിലപ്പോൾ ലീഗലായിട്ട് എന്തെങ്കിലും നടപടിയിലേക്ക് നിങ്ങൾ നീങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ അതിലേക്ക് ആഴ്ത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വീഴ്ത്തിയിട്ടുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കോടതി വഴി ചിലപ്പോൾ കേസുകൾ, ഭൂമി സംബന്ധമായ കേസുകൾ ഉണ്ടാവാം, നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ചിലപ്പോൾ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ. ഇവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഇവിടെ 10 ഓഫ് സോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ മുൻപേ. അപ്പോൾ കിങ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ വർക്കാണ്. കാരണം ഇവിടെ ആഗ്രഹിക്കുന്നത് നേടിയെടുത്തേ പറ്റൂ. ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? സ്റ്റാറിൻ്റെ പദവിയിലേക്ക് വരണം, ഒരു താരമായിട്ട് തിളങ്ങാനുള്ള സാധ്യത, മുകളിലേക്ക് ഉയർന്നു പോകുക, ഉയർച്ചയിലേക്ക് വരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു, മുന്നോട്ട് സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് വരുന്നു. ലൈഫിൻ്റെ ഒരു തുടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്, താരമായിട്ട് തിളങ്ങാൻ പറ്റും, ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുന്നു, അതാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നീട് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ 8 ഓഫ്
വാൺസ് വന്നിരിക്കുന്നു, പിന്നെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, പിന്നീട് വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസ് ആണ്. ഇവിടെ ആർക്കോ വേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്ക്, ആരെയോ അഗാധമായിട്ട് പ്രണയിക്കുന്നു, ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആരോടോ തുടങ്ങിയിട്ടുണ്ട്, ആരുമായിട്ടോ ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. നിങ്ങൾക്ക് ഇവിടെ പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു, അവരുടെ മെസ്സേജ് വരുന്നുണ്ട്, കാൾ വരുന്നുണ്ട്. 8 ഓഫ് വാൺസ് കണ്ടില്ലേ, വളരെയധികം പാഷനേറ്റാണ്, വല്ലാത്തൊരു അഭിനിവേശം, പിരിഞ്ഞിരിക്കുന്നവരെ ഒന്ന് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ, കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി, തെറ്റിദ്ധാരണയുടെ പേരിലുള്ള പിണക്കം മറന്ന് ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ കാൾ വരും, അല്ല എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്, ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള സ്പീഡിലുള്ള ആക്ഷനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ ലവ് എന്താണ്? മെച്യൂർഡാണ്, മെച്യൂർഡ് ലവ് ആണ്, അത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് ഒരിക്കലും വിട്ടുപിരിഞ്ഞ് പോവില്ല. പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കും. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ദൈവികമായ ഒരു പ്രണയം ആർക്കൊക്കെയോ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും വിട്ടുപോകുന്നതല്ല, ആത്മബന്ധമാണത്. മനസ്സിലായില്ലേ? ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു ലവ് ഉണ്ട് എങ്കിൽ ഇവിടെ ഒരിക്കലും വേർപാട് വരുന്നില്ല, സെപ്പറേഷൻ സംഭവിക്കുന്നില്ല, വീണ്ടും വീണ്ടും കൂടിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ 4 ഓഫ് വാൺസിൻ്റെ എനർജിയിലാണല്ലോ വിവാഹം നടക്കുക, കുട്ടികളുണ്ടാവുക, വീട് വാങ്ങിക്കുക, വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ്, പ്രഗ്നൻസി സ്റ്റേജ് ഉണ്ടെങ്കിൽ അത്, കുട്ടികളെ കൊണ്ട് സന്തോഷകരമായൊരു ലൈഫ് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നു, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു ലൈഫ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു, സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരാനും സാധിക്കുന്നു എന്നുള്ളതാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. 11 എന്നുള്ള നമ്പർ നിങ്ങൾ പലരും കാണുന്നുണ്ടായിരിക്കാം. സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോഴാണ് അത്തരത്തിലുള്ള സൈനുകളൊക്കെ കാണാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതുവരെയും ഒന്നും നമ്മൾ കാണും, പക്ഷേ ശ്രദ്ധിക്കാറില്ല. എപ്പോഴാണത് കൂടുതലായിട്ട് ശ്രദ്ധിച്ചു വരുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ ഈ റീഡിംഗ് ഒക്കെ കാണാൻ തുടങ്ങുന്നവർ ഒരുപാട് പേർ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റത്തിൻ്റെ തുടക്കം വരുന്നു എന്നുള്ളത് അറിയിക്കുകയാണ് യൂണിവേഴ്സ്. മനസ്സിലായോ? അപ്പോൾ നല്ല ഏഞ്ചൽ നമ്പറാണത്. അപ്പോൾ ഏഞ്ചൽസും അതുപോലെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട. മനസ്സിലായോ? ഇനി നമുക്ക് ഒരു ഉറപ്പ് എടുക്കാതെ എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നത് നോക്കാം. രണ്ട് കാർഡ്സ് ഉണ്ട്. ഇവിടെ നിങ്ങളിൽ പലർക്കും ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്ന എനർജിയാണ്. ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് ആണ് വന്നിരിക്കുന്നത്. സഫറിങ് ഇൻ സൈലൻസ് തീർച്ചയായിട്ടും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഇവിടെ ഇൻറ്റ്യൂഷൻ കണ്ടില്ലേ, മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ഇൻറ്റ്യൂട്ടീവ് ആകുക, ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉൾവിളികളുണ്ടാവും. സ്വയം മനസ്സിലാക്കാൻ കഴിയും, തൻ്റെ ഭാഗത്തുണ്ടായ പരാജയം എന്തുകൊണ്ട് വന്നു എന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ വരാൻ തുടങ്ങുന്നു, ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ 2 മെസ്സേജസ് നോക്കാം. ഇന്ന് നമുക്ക് ഓരോന്ന് 2 കാർഡ്സ് നോക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നോക്കാം, ഇടയ്ക്കിടയ്ക്ക് ഏഞ്ചൽ മെസ്സേജസ്, ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണാസ് ഒറക്കിൾ നോക്കാം, ഇടയ്ക്കിടയ്ക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാറി മാറി നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വെയിൽ എന്നാണ് പറയുന്നത്. നമ്മളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മുതുകത്ത് കൂനുള്ള ഒരു തിമിംഗലം, അങ്ങനെ ഒരു തിമിംഗലം ഉണ്ടാവും. കൂനുള്ള തിമിംഗലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിക് ഈസ് എസെൻഷ്യൽ ടു യുവർ ഹീലിംഗ് ആൻഡ് വെൽ ബീയിങ്, വെദർ സിംഗിങ്,
പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ ലിസണിങ്. നിങ്ങൾക്ക് മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. എന്തിന്? നിങ്ങളുടെ സുഖപ്പെടുത്തൽ, സ്വയം സുഖപ്പെടാനും നിങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സംഗീതം അത്യാവശ്യമാണ്, അല്ലേ? സംഗീതം കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയും ചില അസുഖങ്ങൾ, ചെറിയ ചില അസുഖങ്ങൾ നല്ല സംഗീതം കൊണ്ട് സുഖപ്പെടുത്തിയെടുക്കാൻ കഴിയും. വെതർ സിംഗിങ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, ഒന്നുകിൽ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ കളിക്കുക, ഇൻസ്ട്രുമെൻ്റ് സംഗീത ഉപകരണങ്ങൾ കൊണ്ടുള്ള വായന ആവാം. പിന്നെ അത് ശ്രദ്ധിച്ചിരിക്കലും കൂടെ ആവുമ്പോൾ, അതിനെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹീലിംഗ് ഇവിടെ നടന്നിരിക്കും. നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മ്യൂസിക് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ. മ്യൂസിക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ടോർട്ടോയ്സ് ആണ് വന്നിരിക്കുന്നത്. യു ആർ ടു ഫ്രാഗ്മെൻറ്റഡ്, സോ ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ് ടു ഗെറ്റ് ഗ്രൗണ്ടഡ്. നിങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളിൽ ഒരുപാട് പേരും ഒരു മനസമാധാനമില്ലാതെ മനസ്സിങ്ങനെ അങ്കലാപ്പിൽപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പല കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ട്, അല്ലേ? പല കാര്യങ്ങളിലേക്ക് പരിശ്രമിച്ചിട്ട് അത് പരാജയത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ചിന്നിച്ചിതറി ഭിന്നമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് എന്തായാലും നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ അതിനെ ഒന്ന് ഗ്രൗണ്ടഡ് ആക്കി നിർത്താൻ ശ്രമിക്കുക. അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ ഈ ഒരു ആനിമൽ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത്. ധൃതിയില്ല, ക്ഷമയല്ലേ പുള്ളിക്കുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ, മനസ്സ് ശരിയല്ലയോ, നിങ്ങൾ പതുക്കെ അതിന് ക്ഷമയോടുകൂടി നിങ്ങളൊന്ന് ഗ്രൗണ്ടഡ് ആവാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കൂ ദൈവത്തിന് മുൻപിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.